ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബിസ്മീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാലേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കാൻ നോക്കാം. ഇതുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് മസാലയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതും ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തതും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ കറിവേപ്പിലൊക്കെ. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 4 ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ദോശയ്ക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു സവാളയാണ് ആഡ് ചെയ്തത്. നമുക്ക് മസാല അധികം വേണമെങ്കിൽ 2-3 ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു സവാള ആഡ് ചെയ്തത് ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ 2 മീഡിയം സൈസുള്ള സവാള അതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു ക്യാരറ്റാണ് എടുത്തത്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിലേക്ക് 3/4 ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഈ ക്യാരറ്റ് അതിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഈ സവാളയൊക്കെ കിടന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. ഇതിലേക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഉരുളക്കിഴങ്ങ് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടത്. എന്നിട്ട് അതിന് ശേഷം ചൂടാറിയ ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിന് പകരം ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേവിച്ചെടുത്തത് കൊണ്ടാണ് ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് നമ്മളിതിൽ ആദ്യം തന്നെ ആഡ് ചെയ്യാഞ്ഞത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. എരിവ് അധികം വേണമെങ്കിൽ അതിനനുസരിച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഈ മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ദോശമാവാണ്. ദോശക്ക് ഇഡ്ഡലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള തിക്കായിട്ടുള്ള മാവാണ് ഇട്ടത്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ മാവൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മസാല ദോശയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാവ് കൂടുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മാവ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെയാണ് സമയത്ത് നമുക്ക് ബാക്കിയുള്ള മാവ് പെട്ടെന്ന് പുളിച്ച് പോകില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ചുടാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളെ കല്ല് കുറച്ച് ചൂട് അധികമാണ്, അതുകൊണ്ട് ഇതിൽ പിന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്ത് കല്ല് ചൂടാവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പരത്തിയെടുത്ത ശേഷം വേണം കേട്ടോ നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ തീരെ ഒട്ടി പിടിക്കൂല. അപ്പോൾ നമ്മളെ മാവ് നന്നായിട്ട് മസാലയൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ മസാല ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ദോശ ചുടുന്ന സമയത്ത് ഇതേപോലെ നെയ്യ് അധികമായാലും നമ്മൾ കയ്യിൽ ഇതേപോലെ ഒട്ടിപ്പിടിക്കുവേ. അപ്പോൾ എനിക്ക് ഇന്ന് ചുടുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു അബദ്ധങ്ങളാണ്. മസാല ഒരു സൂപ്പറായിന്. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അതേപോലെ നീളത്തിൽ ഇതേപോലെ മസാല വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഏത് ഷേപ്പിലും ആണെങ്കിലും നമുക്ക് ആക്കാം. ദോശ നല്ല ക്രിസ്പിയായി കിട്ടാനാണെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ക്രിസ്പിയായി കിട്ടും കേട്ടോ.
അല്ലെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്ത ശേഷം തിരിച്ചും മറിച്ചിട്ട് ഇങ്ങനെ ക്രിസ്പിയാക്കി എടുത്താലും മതി. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.